പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. അമ്പേ പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മ മാതാവിനുടെ ഈശോയ്ക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ സ്തുതി കർത്താവേ, അവിടുത്തെ കരുണയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ, സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ, ജീവിത പ്രതിസന്ധികൾ മാറ്റിയതിന് നന്ദി പറയുന്നു കർത്താവേ, സംരക്ഷണത്തിന് നന്ദി പറയുന്നു കർത്താവേ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ, സംരക്ഷിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിഹാരം നൽകണമേ. അവിടുത്തെ സംരക്ഷണയും നയിക്കണമേ. ആരാധന 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 വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഓരോ നിയോഗത്തെയും ദിവ്യകാരുണ്യനാഥനിലൂടെ നമുക്ക് സമർപ്പിക്കാം. കടബാധ്യതകൾ, രോഗാവസ്ഥകൾ, ജീവിത ക്ലേശങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എല്ലാം ഈശോയുടെ സബിതത്തിലേക്ക് പരിശുദ്ധമ്മ വഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. മഹത്വം കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ, വഴിതെളിച്ച് കൊടുക്കണമേ കർത്താവേ, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതി, ഒരു വാക്കുമതി എനിക്കതു മതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിലെ ഒത്തിരിയേറെ വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളുണ്ട്. അപ്പോൾ ഓരോ തലമുറയിൽ ഉള്ള ആൾക്കാരോട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളെ കുറിച്ച് പറയണം. അല്ലെങ്കിൽ ഈ ധ്യാനം നമ്മൾ കണ്ടുവരുമ്പോഴിത് ബാക്കിലായി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സാക്ഷരത കിട്ടത്തില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ അനുഭവങ്ങൾ അറിവിന് അനുപാതികമായിരിക്കും. അനുഭവങ്ങൾ എപ്പോഴും അറിവിന് ആനുപാതികമായിരിക്കും. എന്തുമാത്രം അറിവ് ആ വിഷയത്തിലുണ്ട് അത്രയും അനുഭവങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് 30% നോളജാണ് ഒരു സബ്ജക്റ്റിലെ ഉടമ്പടി വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് 30% ആയിരിക്കും. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്പിരിച്വൽ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നോക്കണത് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നോക്കണത്.
അപ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ്. നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പോയി അതുകൂടി കാണാൻ പറയും. ഇപ്പം ഈ പ്രാവശ്യത്തെ കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ നല്ലത് വന്നിട്ടുണ്ട്. നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും ഗംഭീര സാക്ഷ്യങ്ങളാണ്. കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. കാര്യം സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങൾ അറിയണം. ഇപ്പം നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ്. പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ്? കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ്. അപ്പം നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ജോസഫച്ചനെ പോലെ ഞങ്ങളും സാക്ഷികളാണ്. അതാണ് സംഭവം. അപ്പോൾ സാക്ഷ്യം പറയുന്നവർ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജപ്തി മാറണമേ, പറമ്പ് വിറ്റ് മാറണമേ, കടങ്ങൾ മാറണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. അതാണ് സിമ്പിളാണ്. അത് അല്ല, വേറെ നിങ്ങൾ അണ്ടേക്കൊണ്ടേ വളം വെക്കരുത്. ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പക്ഷെ ഒരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും, ഇല്ലേ? അപ്പം നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന മറ്റുള്ളവരോടും പറയണം. ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷീകരണ നമ്മുടെ റാലിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ 3 ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക. അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ്, പിന്നെ ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. അവിടേക്ക് എന്താ ഇങ്ങനെ പോണതിൻ്റെ കാര്യം? എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം. കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത്. പക്ഷെ മലയാള ലോകം വളരെ പ്രൊഫൗണ്ടാണ് ഇപ്പോഴ്. പണ്ടത്തെ മലയാള ലോകമല്ല. ഓൾമോസ്റ്റ് എവരിബഡി നോസ് ഇംഗ്ലീഷ്. ദേ ആർ ലിവിങ് എമംഗ് ദ വൈറ്റ് പീപ്പിൾ. നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. സോ നമ്മുടെ ജനങ്ങളെ മാത്രം ഇവാഞ്ചലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അതിർത്തികൾ വരെയും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, സ്നേഹരാജ യേശുവേ. ഉടമ്പടിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി, അതൊരു വിളിയാണ്. അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതകൾ, പോരായ്മകളെല്ലാം യോഗ്യതകളാണെന്ന് ആരാധന, ആരാധന,
ചില ആൾക്കാരുടെ ജീവിതത്തിൽ പറയും, എൻ്റെ അച്ചോ ഞാൻ മടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് ഭക്ഷണത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലർക്ക് പാട്ട് കേട്ട് ഇൻട്രസ്റ്റ് ഉള്ള, ചിലർക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഒരു തട്ട് കിട്ടുന്നവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാത്തിലും തട്ടിരിപ്പുണ്ടേ, അറിയാതെ ഒന്നും ചാടി വീടാക്കരുത്. അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത്. എല്ലാത്തിലും തട്ടിരിപ്പുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴ്വും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടുണ്ടാണ്. അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി, നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ, അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ തട്ട് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും, വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും. ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും, ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും, ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും, തീർന്നെന്ന് പോകും. ആൾക്കാർ പറയും, ഓ മതിയും കൊതിയും തീർന്ന്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ തലേ കൈ വെച്ചുകൊണ്ട് പറയും, ഓ അതിന് ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണമെന്ന് പറയും. എന്താ ഭൂമിയുടെ അവസ്ഥ അതാ. ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയില്ല. യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. എന്താ കാര്യം? ദൈവത്തിനത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കുന്നത്, ആണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുക. അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ്. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? വിശ്വാസം ഒരു കിൻഡർ ഗാർട്ടൻ പരിപാടിയാണ്. വെച്ച് കഴിഞ്ഞാൽ നഴ്സറി കുഞ്ഞുങ്ങൾ ഇല്ലേ, മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാംഗോ എന്ന് എഴുതി വെക്കും അല്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം. അത്രേ ഉള്ളൂ. എ ബി സി ഡി നോളജാണ് വിശ്വാസം എന്ന് പറയണത്. നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്ത്, വിശ്വാസം ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മൾ അച്ഛൻ എപ്പോഴും പറയത്തില്ലേ, മണ്ണെണ്ണ. ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ? വിറകുണ്ട്. പണ്ട് നമ്മൾ വിറക് ഉപയോഗിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു. പിന്നീട് അത് കറണ്ടിലേക്ക്. അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ? ആദ്യം വിറക്, പിന്നെ മണ്ണെണ്ണ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറി. പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് കുറേ കരിയും പുകയൊക്കെ ഉണ്ടാകും, അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലവ് ആണ്. ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഉപയോഗിക്കേണ്ടത്, റിഫൈൻഡ് ലവ് ആണ്. റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിച്ച സ്നേഹം. പറഞ്ഞ മനസ്സിലായില്ലേ? റിഫൈൻഡ് ലവ്, ശുദ്ധീകരിച്ച സ്നേഹം. ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത്. അപ്പം നിങ്ങൾ ഓർക്കും എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന്.
ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, യേശുവേ സ്വസ്ഥം, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആത്മനാഥൻ യേശുവേ. എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം 143:10 എടുത്ത് അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ, ഏറ്റു പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പൊ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത്. ഇത് പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. റിഫൈൻ ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല. ഇപ്പം നമുക്കറിയാം, ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത്? പെട്രോൾ. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്ത് അതിൽ പോകുന്ന കുറച്ചധികം താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും. വെള്ളം ശുദ്ധീകരിക്കും, എണ്ണ ശുദ്ധീകരിക്കും. അപ്പോൾ കുറച്ച് സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും. ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ലതും ഉപയോഗിക്കും. സൊഫിസ്റ്റിക്കേറ്റഡ് കാറിൽ BMW ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചില കാറുകൾ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യേണ്ടതുണ്ടെങ്കിലും, പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും. എന്താണ്? ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തുകൊണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട്, ചേരുവകകളുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ. ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ, താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റൽ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും. ഇതാണ് സ്റ്റെയിൻഡ്, ഇതാണ് റിഫൈൻഡ് എന്ന് പറയുന്നത്, ശുദ്ധീകരിച്ച സ്നേഹം. കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ? പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്, പശുവിനെ തടകും നമ്മൾ, പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും, അത് നമ്മളെ നക്കും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ, കാര്യം അതിനൊക്കെ ഔഷധ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഇടിച്ചതിൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത്? തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണം കണ്ടിട്ടില്ലേ? അതിനത് വേദന സംഹാരിയാണത്. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്, പ്രകൃതി മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത്? പശു നമുക്ക് പാല് തരുന്നു. നാട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു. പശുവിന് പുല്ല് കൊടുക്കുന്നു, കാടി കൊടുക്കുന്നു, കാറ്റിൽ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, പുഷ്ടി കൊടുക്കുന്നു. അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മുടെ പാല് കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു, അളന്ന് നോക്കുന്നു, എന്നിട്ട് പിന്നെ കലക്കി നോക്കുന്നു, പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു. കാര്യം എന്താ? അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയെന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും. അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾക്ക് അതനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും. ചിലപ്പോൾ പുളിങ്കുരു കൊടുക്കും, ഇടിച്ചു കൊടുക്കും, പിണ്ണാക്ക്. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാണ്? പശുവിനെ പുഷ്ടി കൊടുത്തും ഓക്കെ കൊടുത്തും സ്നേഹിക്കുകയാണ്. നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ്. അത്രേ ഉള്ള വ്യത്യാസം. എന്താ കാര്യം? നമുക്ക് വല്ല 10 മാർക്ക് കൂടുതൽ കിട്ടണം. മനസ്സിലായില്ലേ? പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ
ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു. ഉദ്ദേശം എന്താ? ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്തി നടപടി മാറണം. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്നിന് വായിച്ച് 143:10 ഒന്ന് വായിച്ച്. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാം. അതാണ് പ്രശ്നം. ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം. എന്താണ് എന്ന് പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എങ്ങനെ പഠിപ്പിക്കും? അനുഭവങ്ങളാണ് അധ്യാപകൻ. അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത്. നിങ്ങളെ മനസ്സിലായില്ലേ? 6 നിയോഗങ്ങൾ ഇട്ടാൽ ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം. മനസ്സിലായ? അത് അങ്ങയുടെ, അതാണ് ആ സങ്കീർത്തനം പറയണത്. എന്താ പറയണത്? അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പൊ പഠിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണം എങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ദൈവം വന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക, പുസ്തകം സ്ലൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക ഇല്ല. വി വിൽ ഗെറ്റ് എ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത്. ഇപ്പം നിനക്ക് 16 കൊല്ലം മക്കളില്ല, ഓക്കെ, 16 കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്ത് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്. അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 25 വർഷമായിട്ട് മക്കളില്ല. എന്നെ തൊട്ടൊരു സാക്ഷ്യമാണത്. 25 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപ്പാദനം നിലച്ചിരിക്കുന്നു. വയസ്സ് 42 ആയി. എന്നാലും 42 വയസ്സിന് മുമ്പ് തന്നെ അണ്ടം അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ്? അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം. എന്നിട്ട് ഈ ഭർത്താവിൻ്റെ ബീജമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. അവർ 8 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ടതിന്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ളു മാർഗം എന്ന് പറയും, ഇതേ ഉള്ളു മാർഗം എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത്. അതിന് ഞങ്ങൾക്കറിയാം, അത് നടന്നാൽ തന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്ത കൊണ്ട്, ഒരു കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്ത കൊണ്ട് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അകത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല. അപ്പം ഞങ്ങൾ ആ കൊച്ചിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവരങ്ങോട്ട് ആ പുസ്തകം അടച്ചു വെക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പോൾ കൊച്ചിനെ കിട്ടുക എന്നുള്ള അങ്ങനെ 22 വർഷമായി, 23 24 25 വർഷമായിട്ട് മക്കളില്ല. അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ആരോ വന്ന് അവരോട് പറയും, കൃപാസനത്തിൽ ഇങ്ങനെ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ന്യൂസ് അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കും തോന്നും എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറയും. അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു, അവർ പോയി. പിന്നീട് ഒരു പ്രാവശ്യം കൂടി വരാൻ തോന്നി, അങ്ങനെ വന്നു. അവർ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റെ പുരട്ടിക്കൊണ്ടിരിക്കും. വയറ്റെ പുരട്ടി ആ 1 മാസം പുരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റായി.
അപ്പോൾ എല്ലാവരും പറഞ്ഞ്, ഡോക്ടറും പറഞ്ഞു ഇത് ഭയങ്കര പ്രയാസം, ഇത് കൊച്ചിനെ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഈ അമ്മ മാത്രം ഉറപ്പിച്ച് നിൽക്കും. എന്താ കാര്യം? കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ, പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ. അപ്പോൾ റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ഞാൻ ഉറച്ചു നിന്ന ഒറ്റ പോയിൻ്റ്, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എഴുതിത്തള്ളാം, പക്ഷേ ചില സാക്ഷ്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ പുറകെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത്. 10:08 സൂചി കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടനെ, എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, വിസ്മയമാണ് തോന്നിയത്, സന്തോഷമാണ് തോന്നിയത്. ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, ദേ അമ്മ നിൽക്കുന്നു, കയ്യിൽ നെഞ്ചത്ത് എന്താ ക്രോക്കിരിപ്പുണ്ട്, 10:08 സൂചി കാണിക്കുന്നുണ്ട്. ഈ 10:08 എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല. ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ജ്ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ്. അമ്മ ചുണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞൊന്നുമല്ല. ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയണത് മുഴുവനും എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. അമ്മ സ്വരത്തിൽ പറഞ്ഞല്ലത്. അമ്മ നിൽക്കണതിൻ്റെ ആ ഒരൊറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തർജ്ജമ ചെയ്ത് കിട്ടിയതാണ്. സെക്കൻഡുകൾക്ക് ഒരു സെക്കൻഡിൻ്റെ 1000-1 അംശത്തിൻ്റെ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത്. ഞാൻ ആൾക്കോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. ഇപ്പം ഇന്ന് യേശുദാസൻ എന്താ പറഞ്ഞത്? കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം തിരിഞ്ഞിരിക്കുകയാണ്. 23 37 മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയെന്ന അർത്ഥം, ചൂട് കൂടി. അപ്പോൾ ഇനി നിനച്ചറിയാ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോ എന്ന് പറഞ്ഞ് മഴയായി നമ്മുടെ തലയെ വന്ന് വീഴുകയും ചെയ്യും, പ്രളയം ഉണ്ടാകുകയും ചെയ്യും. ഓൾറെഡി നമ്മൾ 2 പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം. അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ സംഭവങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയണത്, അതിന് സബ്ജക്റ്റ് അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ്, ഉയർന്ന ഓഫീസറാണ്. അപ്പം അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ എടുത്തിട്ടുണ്ട്, അപ്പനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉടമ്പടി ഫാമിലിയാണ്. അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു, ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്, ഒരു PhD പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് എന്ന് പറയണത് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന്. അപ്പം നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയാണ്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചേ, ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ പറയണം, ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ചൈനയുടെ കപ്പൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്കുകൾ റഷ്യയുടെ വടക്ക് വശത്ത് കൂടി, അവിടെ മഞ്ഞ് മലയായിരുന്നു, ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്ത് കൂടിയാണ് വരണത്. ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും മലയൊന്നും ഇല്ല. ടൈറ്റാനിക്കിനൊക്കെ ഇടിച്ചത് കറുത്ത അറ്റ്ലാന്റിക്കിലെ മഞ്ഞ് കട്ടമൊന്നും കടലിലില്ല. കടലിങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. ദാറ്റ് മീൻസ് ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഭൂമിയുടേത് 15 ആയിരുന്നു, ഇപ്പോൾ 17 ആയെന്ന് പറഞ്ഞു. അപ്പോൾ 17 ആയെന്ന് എങ്ങനെയായതാണ്? പണ്ട് 200 കൊല്ലം കൊണ്ട് 1.1 ടെമ്പറേച്ചർ കൂടിയത്. അതിന്ന് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടിയിരിക്കുകയാണ്. 0.1 ടെമ്പറേച്ചർ കൂടിയത് 200 കൊല്ലം മുമ്പ്.
ഇപ്പോഴത് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടി. 15 എന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചർ 17 വന്നപ്പോൾ ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും. തീരദേശത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും? അതാണ് പ്രശ്നം. ആലപ്പുഴ ആര് താമസിക്കും? ആലപ്പുഴ വേലിയിറക്കം വരുമ്പോൾ ഈ വേലിയിറക്കമുണ്ടല്ലോ, ലൂണാറാണല്ലോ സംഭവം, ചന്ദ്രനാണല്ലോ വെള്ളത്തെ കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം. ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ വേലിയിറക്കം ഉണ്ടാവും. അപ്പോൾ വേറെ സ്ഥലത്ത് വെള്ളിക്കയറ്റം ഉണ്ടാവും. ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ 6 മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരുന്നത്. ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ 12 കിലോമീറ്ററിലേക്ക് ഭീകരന്മാർ വരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അത് നാഷണൽ സെക്യൂരിറ്റി. പോയിക്ക് ആ പഠനം പോണ പോക്ക് കണ്ടില്ലേ? അവിടെ കള്ളക്കടത്തും ആയുധ വ്യാപാരവും ഒക്കെ നടക്കും. നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും. അതാണ് നാഷണൽ സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഒരു ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ്. അപ്പം ഞാനിത് കേട്ടപ്പോൾ ഞാനോട് ദൈവമേ, 2004 ഡിസംബർ 7 അമ്മ പറഞ്ഞത് എന്താ? ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ? സിൽവർ ഗ്രേ, കാർമേഘത്തിൻ്റെ കളറ്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്. പ്രാർത്ഥിക്കണം. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതൽ ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ 7 വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക. നമുക്കിന്ന് യേശുദാസൻ പറഞ്ഞില്ലേ, ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ആരോട് പറയാൻ പറ്റും? ഈ ഭൂമിയിൽ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു 10-200 കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ. ബാക്കി 600 കോടിക്കും വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാ? അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസമുള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി 600 കോടിയെ കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ആഗോള സന്ദേശമാണിത്. അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയച്ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ. സമയത്തിൻ്റെ അധികാരിയാണ്, സഞ്ചാരി മാതാവാണ്. ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതാണ് സഞ്ചാരം എന്ന് പറയണത്. സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത്. മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ്. പക്ഷേ കൃപാസന്ധ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു. എന്താണ്? സമയമായില്ല എന്നല്ല ഈശോ പറയണത് കാനായിലെ. അപ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം ചുരുക്കാൻ പറയുകയാണ്. അതാണ് ഉടമ്പടി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന യേശുവേ, നന്ദി യേശുവേ, മഹത്വം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ.